എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എവിടം വരെയായി? ക്രിസ്മസ് റെസിപ്പീസ് ഒക്കെ ഏതെങ്കിലും ട്രൈ ചെയ്തിരുന്നോ? അപ്പോൾ ഞങ്ങള് ക്രിസ്മസ് ആയിട്ട് നാട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ അല്ലേ, നാളെ പോവാണ് നാട്ടിലേക്ക്. ഇന്ന് നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കാം. സാധാരണ നമ്മൾ തയ്യാറാക്കണ ഒരു മുട്ടക്കറിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇന്ന് തയ്യാറാക്കണത് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പൊ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാൻ ഇവിടെ ഒരു 4 മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നത്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നിറയണ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ നല്ല പോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ നീളത്തിൽ മുറിച്ചതിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സവാള നമുക്ക് നല്ല പോലെ വഴറ്റിയെടുക്കണം. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ്, അതിനേക്കാളും കുറച്ചും കൂടി വഴറ്റിയെടുത്താലും കുഴപ്പമില്ല, കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഇപ്പം സവാള കണ്ട ആവശ്യത്തിനൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. മുട്ടയിടുന്നുണ്ടെങ്കിൽ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് പിന്നെ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്കതിൻ്റെ ആ ഒരു തോടൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റും. ഇനി സവാള ഞാനൊരു ഭാഗത്തേക്ക് ഒന്ന് നീക്കി വയ്ക്കണം. അതിനുശേഷം ഈ സെയിം എണ്ണയിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ചെറുതായ കാരണം കേട്ടോ കൂടുതൽ. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് വഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു തക്കാളി ആട്ടോ. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ വെന്തും വരും. ഇനി തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇപ്പം കണ്ടോ, തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം വെള്ളം ഒഴിക്കാതെ മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാൻ മുട്ടയൊക്കെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇതുപോലെ നമുക്ക് വരഞ്ഞു കൊടുക്കാം. എല്ലാം വരഞ്ഞെടുക്കാം. ഇനി സെയിം പാനിലേക്ക് തന്നെ നമുക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നമ്മൾ നേരത്തെ വരഞ്ഞു വെച്ച ഒരു മുട്ടയുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓവറായിട്ടൊരു എന്താ പറയുക, ക്രിസ്പി ആയിട്ട് പോരുത് കേട്ടോ. നല്ല ഹാർഡായിട്ട് മാറും. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണുള്ളൂ. ഇത് മതി കേട്ടോ. എഗ്ഗ് ആവശ്യത്തിനൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സെയിം പാനിൽ നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു കഷ്ണം കറുകപ്പട്ട, പിന്നെ 1 ഏലക്കായ കൂടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് എണ്ണയിലേക്ക് ഒന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കരിയണതിന് മുമ്പ് പെട്ടെന്ന് നമ്മൾ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 3-4 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നത്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഒന്ന് ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇനി ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ ഏത് റെസിപ്പിയിൽ നമ്മൾ തൈര് ചേർക്കണമെങ്കിൽ ഇതുപോലെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ചേർക്കാം. അല്ലെങ്കിൽ പിരിഞ്ഞ പോലെ ഇരിക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തൈര് ചേർക്കുമ്പോഴൊരു ഗുണം, ഈ ഒരു കറിയുടെ ഫ്ലേവർ ആണെങ്കിലും അതുപോലെ ടെക്സ്ചർ ആണെങ്കിലും നല്ല വ്യത്യാസം വരും. ഇപ്പം കണ്ടില്ലേ, തൈര് നന്നായിട്ട് ഇതിൽ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഗ്രേവിയുടെ ഒരു തിക്നെസ്സിന് അനുസരിച്ചിട്ടാണ്, നമുക്ക് എത്രയ്ക്ക് തിക്കായിട്ടുള്ള ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. കുറച്ചും കൂടി ആവാം, ഇതിൽ കിടന്ന് നന്നായി തിളച്ച് കുറുകി വരണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർക്കുക. ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് ഇത് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, ചെറുതായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച മുട്ട കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് കിടക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവിക്ക് ഇത്രയ്ക്ക് തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തിയാണ് ചേർക്കണത്. മല്ലിയില ആണെങ്കിലും മല്ലിയില ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാവുന്ന നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു എഗ് കറിയുടെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. എന്തായാലും ഇഷ്ടം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. എന്നാലാണ് എനിക്കിപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാനും അതിനനുസരിച്ച് എന്താ പറയുക മാറ്റങ്ങൾ വരുത്താനും എല്ലാം പറ്റുള്ളൂ. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.